മുഹമ്മദ് അലി മാസ്റ്റർ ഓൺലൈൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SSLC മാത്സിലെ സമാന്തര ശ്രേണികൾ എന്ന ഒന്നാമത്തെ പാഠമാണ് ഈ ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഈ ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. മാത്രവുമല്ല, ടെക്സ്റ്റ് ബുക്കിലെ പരിശീലന പ്രശ്നങ്ങൾ ഇതിൽ വളരെ വിശദമായി ചെയ്തിട്ടുണ്ട്. ഈ ചാനലിലൂടെ എല്ലാ പാഠങ്ങളിലെയും പരിശീലന പ്രശ്നങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. അത് തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഇനി ക്ലാസ് തുടങ്ങട്ടെ. സമാന്തര ശ്രേണികൾ എന്നാൽ എന്ത്? അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഏതാനും സംഖ്യാശ്രേണികളെ ആദ്യമായി ഒന്ന് പരിചയപ്പെടുത്താം. സംഖ്യാശ്രേണികൾ എണ്ണൽ സംഖ്യകളുടെ ശ്രേണിയാണ് ആദ്യമായി കൊടുത്തിരിക്കുന്നത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഈ സംഖ്യാശ്രേണികളിൽ അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കാം. 2ൽ നിന്ന് 1 കുറച്ചാൽ 1, 3ൽ നിന്ന് 2 കുറച്ചാൽ 1, 4ൽ നിന്ന് 3 കുറച്ചാൽ 1. അതായത് ഈ സംഖ്യാശ്രേണിയിലെ അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 1 അതായത് വ്യത്യാസം ഒരേ സംഖ്യയാണ്. ഇനി ഈ ശ്രേണി ഒന്ന് നോക്കാം. ഇത് ഒറ്റ സംഖ്യകളുടെ ശ്രേണിയാണ്. 1, 3, 5, 7, 9, 11, 13 എക്സെട്ര. ഇതിൽ അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കാം. 3ൽ നിന്ന് 1 കുറച്ചാൽ 2, 5ൽ നിന്ന് 3 കുറച്ചാൽ 2, 7ൽ നിന്ന് 5 കുറച്ചാൽ 2, 9ൽ നിന്ന് 7 കുറച്ചാൽ 2. അതായത് അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 2, ഒരേ സംഖ്യയാണ്. ഇനി അടുത്ത സംഖ്യാശ്രേണി നോക്കാം. ഇരട്ട സംഖ്യകളുടെ ശ്രേണിയാണിത്. 2, 4, 6, 8, 10, 12, 14 എക്സെട്ര. ഇതിലെ അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കാം. 4ൽ നിന്നും 2 കുറച്ചാൽ 2, 6ൽ നിന്നും 4 കുറച്ചാൽ 2, 8ൽ നിന്നും 6 കുറച്ചാൽ 2, 10ൽ നിന്നും 8 കുറച്ചാൽ 2. അതായത് അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഈ ശ്രേണിയിൽ ഒരേ സംഖ്യയാണ്. ഈ സംഖ്യാശ്രേണി ഒന്ന് നോക്കൂ. ഇതുവരെ നമ്മൾ എണ്ണൽ സംഖ്യകളുടെ ശ്രേണി, ഒറ്റ സംഖ്യകളുടെ ശ്രേണി, ഇരട്ട സംഖ്യകളുടെ ശ്രേണി എന്നിവ നോക്കി. ഇനി മറ്റൊരു സംഖ്യാശ്രേണി നോക്കാം. 2, 5, 8, 11, 14, 17. ഈ ശ്രേണിയിൽ അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കൂ. 5ൽ നിന്നും 2 കുറച്ചാൽ 3, 8ൽ നിന്നും 5 കുറച്ചാൽ 3, 11ൽ നിന്നും 8 കുറച്ചാൽ 3, 14ൽ നിന്നും 11 കുറച്ചാൽ 3. അതായത് അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒരേ സംഖ്യയാണ്. സംഖ്യാശ്രേണികളുടെ കൂട്ടത്തിൽ സമാന്തര ശ്രേണികൾ ഒരു പ്രത്യേക വിഭാഗമാണ്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി അതിൻ്റെ നിർവചനം എങ്ങനെയെന്ന് നോക്കാം. സ്ലൈഡ് ശ്രദ്ധിക്കുക. ഒരു സംഖ്യാശ്രേണിയിലെ അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒരേ സംഖ്യ തന്നെയാണെങ്കിൽ അത്തരം സംഖ്യാശ്രേണിയെ സമാന്തര ശ്രേണി എന്ന് പറയുന്നു. ഒരു സംഖ്യാശ്രേണിയിലെ അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒരേ സംഖ്യ തന്നെയാണെങ്കിൽ അത്തരം സംഖ്യാശ്രേണിയെ സമാന്തര ശ്രേണി എന്ന് പറയുന്നു. ഇനി ഈ സ്ലൈഡൊന്ന് നോക്കൂ. ഇതിൽ നാം മുമ്പ് പരിശോധിച്ച സംഖ്യാശ്രേണികളാണ് കൊടുത്തിട്ടുള്ളത്. എണ്ണൽ സംഖ്യകളുടെ ശ്രേണി 1, 2, 3, 4, 5, 6, 7, 8. അതിലെ അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 1. അടുത്ത ഒറ്റ സംഖ്യകളുടെയും ഇരട്ട സംഖ്യകളുടെയും ശ്രേണികൾ. അതിൽ അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 2. നാലാമതായി കൊടുത്തിരിക്കുന്ന സംഖ്യാശ്രേണിയിലെ അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 3. ഇങ്ങനെ ഏതൊരു സംഖ്യാശ്രേണിയിലും
ആ സംഖ്യാശ്രേണിയിലെ അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒരേ സംഖ്യയാണെങ്കിൽ അതൊരു സമാന്തര ശ്രേണിയായിരിക്കും. ആയതിനാൽ ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്ന സംഖ്യാശ്രേണികൾ വ്യത്യസ്തങ്ങളാണെങ്കിലും അവ ഓരോന്നും സമാന്തര ശ്രേണികളാണ്. കാരണം അവ ഓരോന്നിലെയും അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒരേ സംഖ്യയാണ്. ഇതൊന്നുകൂടി വിശദമാക്കുന്നതിന് വേണ്ടി നമുക്ക് മറ്റൊരു ശ്രേണി പരിശോധിക്കാം. സ്ലൈഡ് നോക്കുക. 2, 6, 8, 11, 15 എന്ന സംഖ്യാശ്രേണിയിൽ അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കാം. 6ൽ നിന്ന് 2 കുറച്ചാൽ 4, 8ൽ നിന്ന് 6 കുറച്ചാൽ 2, 11ൽ നിന്ന് 8 കുറച്ചാൽ 3, 15ൽ നിന്ന് 11 കുറച്ചാൽ 4. അതായത് ഈ സംഖ്യാശ്രേണിയിലെ അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒരേ സംഖ്യയല്ല. അതിനാൽ ഇതൊരു സമാന്തര ശ്രേണിയല്ല. ഇപ്പോൾ സംഖ്യാശ്രേണികളുടെ കൂട്ടത്തിൽ സമാന്തര ശ്രേണികൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നും അവയുടെ പ്രത്യേകതകൾ എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി സമാന്തര ശ്രേണികളുടെ മറ്റൊരു നിർവചനം നോക്കാം. ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടിക്കിട്ടുന്ന സംഖ്യാശ്രേണിയെ സമാന്തര ശ്രേണി എന്ന് പറയുന്നു. ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടിക്കിട്ടുന്ന സംഖ്യാശ്രേണിയെ സമാന്തര ശ്രേണി എന്ന് പറയുന്നു. ഉദാഹരണം നോക്കൂ. 4 എന്ന സംഖ്യയിൽ നിന്ന് തുടങ്ങി 3 എന്ന സംഖ്യ തുടർച്ചയായി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഉദാഹരണം, ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി എന്നത് ഇവിടെ 4ൽ നിന്ന് തുടങ്ങുന്നു. ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടുന്ന സംഖ്യ ഇവിടെ 3 ആണ്. അപ്പോൾ 4നോട് 3 കൂട്ടി 7, 7നോട് 3 കൂട്ടി 10, 10നോട് 3 കൂട്ടി 13, 13നോട് 3 കൂട്ടി 16. അങ്ങനെ ഒരു സംഖ്യാശ്രേണി നമ്മൾ ഉണ്ടാക്കുന്നു. 4, 7, 10, 13, 16. ഈ സംഖ്യാശ്രേണി സമാന്തര ശ്രേണിയാണ്. നമ്മൾ നോക്കാം. ഇതിലെ അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒരേ സംഖ്യയാണ്. 7ൽ നിന്ന് 4 കുറച്ചാൽ 3, 10ൽ നിന്ന് 7 കുറച്ചാൽ 3, 13ൽ നിന്ന് 10 കുറച്ചാൽ 3, 16ൽ നിന്ന് 13 കുറച്ചാൽ 3. അതായത് അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒരേ സംഖ്യയാണ്. അതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഇപ്പോൾ സമാന്തര ശ്രേണി എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ സമാന്തര ശ്രേണികളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പോകുന്നു. സ്ലൈഡ് നോക്കൂ. ഒരു സമാന്തര ശ്രേണിയിലെ ഏതൊരു പദത്തിൽ നിന്നും തൊട്ടുപുറകിലുള്ള പദം കുറച്ചാൽ കിട്ടുന്ന സംഖ്യയെ ആ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നു. പൊതുവ്യത്യാസത്തെ ഇംഗ്ലീഷിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നു. ഇതിനെ ഡി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഉദാഹരണം, 2, 5, 8, 11, 14 എന്ന സമാന്തര ശ്രേണിയിൽ 5ൽ നിന്ന് 2 കുറച്ചാൽ 3, 8ൽ നിന്ന് 5 കുറച്ചാൽ 3, 11ൽ നിന്ന് 8 കുറച്ചാൽ 3. ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം 3 ആണ്. സ്ലൈഡ് ഒന്ന് ശ്രദ്ധിക്കൂ. ഒരു സമാന്തര ശ്രേണിയിലെ സംഖ്യകളെ പദങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇത് ടി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ടി എന്നത്
ടേം എന്ന വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരമാണ്. പദങ്ങളെ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നോക്കാം. T1 സമം ആദ്യ പദം, T2 സമം രണ്ടാം പദം, T5 സമം അഞ്ചാം പദം, T10 സമം പത്താം പദം. ഏത് പദമാണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ ടിയുടെ കൂടെ അതിൻ്റെ നമ്പർ ചേർത്താൽ മതി. പാഠപുസ്തകത്തിൽ പദങ്ങളെ സൂചിപ്പിക്കാൻ ടിയും എക്സും ഉപയോഗിച്ചതായിട്ട് കാണാം. കൂടാതെ ആദ്യ പദം സൂചിപ്പിക്കാൻ അധികവും ഉപയോഗിക്കുന്നത് എ എന്ന അക്ഷരമാണ്. ഈ സ്ലൈഡിൽ അതുകൊണ്ടാണ് എ സമം ആദ്യ പദം എന്ന് കൊടുത്തിരിക്കുന്നത്. എ സമം ആദ്യ പദം, ഡി സമം പൊതുവ്യത്യാസം, എൻ സമം പദങ്ങളുടെ എണ്ണം ആയാൽ എന്നാം പദം സമം എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആയിരിക്കും. ഉദാഹരണം, അഞ്ചാം പദം എഴുതിയിരിക്കുന്നത് നോക്കൂ. അഞ്ചാം പദം സമം എ പ്ലസ് 5 മൈനസ് 1 ഇൻറ്റു ഡി. 5 1 കുറച്ചാൽ 4. അതുകൊണ്ട് അഞ്ചാം പദം സമം എ പ്ലസ് 4 ഡി. അതേപോലെ പത്താം പദം സമം എ പ്ലസ് 10 മൈനസ് 1 ഇൻറ്റു ഡി. 10 1 കുറച്ചാൽ 9. അപ്പോൾ പത്താം പദം സമം എ പ്ലസ് 9 ഡി. ഇതിൽ സംശയിക്കാനൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഒന്നാം പദം സൂചിപ്പിക്കാൻ T1 എഴുതും, രണ്ടാം പദം സൂചിപ്പിക്കാൻ T2 എഴുതും, അങ്ങനെ എന്നാം പദം സൂചിപ്പിക്കാൻ Tn എന്ന് എഴുതി. ഇനി ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല പരിചയപ്പെടുത്താം. സ്ലൈഡിൽ കാണാം. T1 ആദ്യ പദം, Tn എന്നാം പദം, D പൊതുവ്യത്യാസം, n പദങ്ങളുടെ എണ്ണം ആയാൽ n സമം Tn മൈനസ് T1 ബൈ D പ്ലസ് 1. n സമം Tn മൈനസ് T1 ബൈ D പ്ലസ് 1. പദങ്ങളുടെ എണ്ണം സമം എന്നാം പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. ഒരു ഉദാഹരണത്തിലൂടെ ഇതൊന്ന് വിശദീകരിക്കാം. 2, 5, 8, 11, 14 എന്ന സമാന്തര ശ്രേണിയിൽ അഞ്ചാമത്തെ പദമാണ് 14. ഇതിലെ അവസാന പദവും 14ആണ്. എന്നാൽ താഴെ കൊടുത്ത ചോദ്യം ഒന്ന് നോക്കൂ. 2, 5, 8, 11, 14 എക്സെട്ര 35. ഇതിൽ 35 എത്രാമത്തെ പദമാണെന്ന് തന്നിട്ടില്ല. അതിനാൽ 35നെ എന്നാം പദമായി എടുക്കുന്നു. എന്നിട്ട് 35 ആ ശ്രേണിയിലെ എത്രാമത്തെ പദമാണെന്ന് കണ്ടുപിടിക്കുന്നു. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ സമാന്തര ശ്രേണിയിൽ 35 എത്രാമത്തെ പദമാണെന്ന് കണ്ടുപിടിക്കാൻ ആ സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ടെന്ന് കണ്ടാൽ മതി. അതായത് n കണ്ടാൽ മതി. എങ്ങനെയാണ് n കാണുന്നതെന്ന് നോക്കാം. ആദ്യ പദം T1 സമം 2, പൊതുവ്യത്യാസം D സമം 5 മൈനസ് 2 സമം 3. നമുക്കറിയാം 35നെ നമുക്ക് എത്രാമത്തെ പദമാണെന്ന് അറിയില്ല. അതുകൊണ്ട് അതിനെ നമ്മൾ എന്നാം പദമായി എടുക്കുന്നു. അപ്പോൾ Tn സമം 35. ഇനി ഫോർമുല നോക്കാം. n കാണുന്നതിനുള്ള ഫോർമുല n സമം Tn മൈനസ് T1 ബൈ D പ്ലസ് 1. Tn എന്നാം പദം മൈനസ് T1 ആദ്യ പദം ബൈ D പൊതുവ്യത്യാസം പ്ലസ് 1. ഇതിൽ Tn 35 മൈനസ് T1 2 ബൈ പൊതുവ്യത്യാസം 3 പ്ലസ് 1. 35 2 കുറച്ചാൽ 33 ബൈ 3 പ്ലസ് 1. 33നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 11 കിട്ടും.
അപ്പോൾ 11 + 1 = 12 എന്ന് കിട്ടും. ഇതിൽ നിന്നും ഈ സമാന്തര ശ്രേണിയിൽ 12 പദങ്ങൾ ഉണ്ടെന്നും 35 12ാമത്തെ പദമാണെന്നും മനസ്സിലാകുന്നു. ഒരു സമാന്തര ശ്രേണിയിൽ ഒരു പദം തന്നിട്ട് ആ പദം എത്രാമത്തെ പദമാണെന്ന് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണെങ്കിൽ n കാണുകയാണ് വേണ്ടത്. സമാന്തര ശ്രേണിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം. ഇനി തുടർന്നുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇത് വളരെ സഹായകമായിരിക്കും. നോക്കാം. എ, ബി, സി എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളായാൽ ബി സമം എ പ്ലസ് c/2 ആയിരിക്കും. ഒന്നുകൂടി പറയാം. എ, ബി, സി എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളായാൽ ബി സമം എ പ്ലസ് c/2 ആയിരിക്കും. ഒരു ഉദാഹരണത്തിലൂടെ ഇത് ഒന്നുകൂടി വ്യക്തമാക്കാം. സ്ലൈഡിൽ നോക്കാം. 5x 13. ഇതിൽ എക്സിൻ്റെ വില കാണുക. എക്സ് സമം 5 + 13/2. എക്സ് സമം 5ഉം 13ഉം കൂട്ടിയാൽ 18/2. 18നെ 2 കൊണ്ട് ഹരിച്ചാൽ എക്സ് സമം 9 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് മധ്യപദം 9 എന്ന് കിട്ടി. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പരിശീലന പ്രശ്നങ്ങൾ ചെയ്തു നോക്കാം. പേജ് നമ്പർ 20ലെ ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. വിട്ടുപോയ സംഖ്യകൾ കണ്ടുപിടിക്കുക. ഇതിൽ ഒരു സമാന്തര ശ്രേണിയിലെ 4 പദങ്ങളിൽ 3ഉം 4ഉം പദങ്ങൾ തന്നിട്ടില്ല. 3ഉം 4ഉം പദങ്ങൾ കാണുവാനാണ് ചോദ്യം. അതിന് നമ്മൾ ആദ്യം പൊതുവ്യത്യാസം കാണണം. പൊതുവ്യത്യാസം 2ാമത്തെ പദത്തിൽ നിന്നും 1ാമത്തെ പദം കുറയ്ക്കുക. ഡി സമം 42 - 24. 42ൽ നിന്നും 24 കുറയ്ക്കുമ്പോൾ 18 കിട്ടുന്നു. അങ്ങനെ പൊതുവ്യത്യാസം ഡി സമം 18 എന്ന് കിട്ടുന്നു. ഇനി 3ാം പദം കിട്ടുവാൻ 2ാം പദത്തിനോട് കൂടി പൊതുവ്യത്യാസം കൂട്ടുക. 3ാം പദം സമം 42 + 18, അങ്ങനെ 60 കിട്ടുന്നു. 4ാം പദം കിട്ടുവാൻ 3ാം പദത്തിനോട് പൊതുവ്യത്യാസം കൂട്ടുക. അപ്പോൾ 60 + 18 = 78. അടുത്ത ചോദ്യം നോക്കാം. ഈ ചോദ്യത്തിൽ ആദ്യ പദവും 4ാം പദവുമാണ് കാണേണ്ടത്. അതിനും നമുക്ക് ആദ്യം പൊതുവ്യത്യാസം കാണണം. പൊതുവ്യത്യാസം ഡി സമം 42 - 24. പൊതുവ്യത്യാസം 18. അപ്പോൾ ആദ്യ പദം എങ്ങനെ കിട്ടും? 24ൽ നിന്ന് പൊതുവ്യത്യാസം 18 കുറയ്ക്കുക. 2ാം പദത്തിൽ നിന്നും പൊതുവ്യത്യാസം കുറയ്ക്കുമ്പോൾ ആദ്യ പദം കിട്ടും. അങ്ങനെ 24 - 18 = 6. അങ്ങനെ ആദ്യ പദം 6 കിട്ടി. ഇനി നമുക്ക് എളുപ്പമാണ്. 4ാം പദം കാണാൻ 3ാം പദത്തിനോട് പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. 3ാം പദം 42, പൊതുവ്യത്യാസം 18. 42 + 18 60. അങ്ങനെ 4ാം പദം 60 എന്ന് കിട്ടി. ചോദ്യത്തിൽ ആദ്യ പദം 4ാം പദവുമാണ് കാണേണ്ടിയിരുന്നത്. ആദ്യ പദം നമുക്ക് കിട്ടി 6, 4ാമത്തെ പദം നമുക്ക് കിട്ടി 60. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ ആദ്യത്തെ 2 പദങ്ങൾ തന്നിട്ടില്ല. ഇതിലും നമ്മൾ പൊതുവ്യത്യാസം കാണണം. ഇതിലെ 4ാമത്തെ പദത്തിൽ നിന്നും 3ാമത്തെ പദം, അതായത് 42ൽ നിന്നും 24 കുറയ്ക്കുക. അങ്ങനെ നമ്മൾ പൊതുവ്യത്യാസം കാണുന്നു. അപ്പോൾ പൊതുവ്യത്യാസം 18 കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി 3ാമത്തെ പദത്തിൽ നിന്നും പൊതുവ്യത്യാസം കുറയ്ക്കാം. അപ്പോൾ നമുക്ക് 2ാമത്തെ പദം കിട്ടും. 2ാം പദം സമം 24 - 18. അങ്ങനെ നമുക്ക് 2ാം പദം 6 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം? 2ാമത്തെ പദത്തിൽ നിന്നും പൊതുവ്യത്യാസം കുറയ്ക്കുമ്പോൾ നമുക്ക് ആദ്യ പദം കിട്ടും.
രണ്ടാമത്തെ പദം 6, അതിൽ നിന്ന് പൊതുവ്യത്യാസം 18 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ആദ്യ പദം കിട്ടും -12. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ രണ്ടാമത്തെയും നാലാമത്തെയും പദങ്ങൾ തന്നിട്ടില്ല. ഈ ചോദ്യത്തിന് പ്രത്യേകതയുണ്ട്. അടുത്തടുത്ത പദങ്ങൾ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിനു മുമ്പ് ചെയ്തതുപോലെ പൊതുവ്യത്യാസം കണ്ട് ചെയ്യാൻ ഇത് പറ്റില്ല. അതുകൊണ്ട് ഇത് ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. എ, ബി, സി എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ പദങ്ങളാണെങ്കിൽ ബി സമം എ പ്ലസ് സി ബൈ 2 ആയിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിത് ചെയ്യാം. ഇവിടെ നമ്മൾ രണ്ടാം പദം കാണുന്നതിന് വേണ്ടി ഒന്നാം പദവും മൂന്നാം പദവും കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഹരിക്കുന്നു. 24 പ്ലസ് 42 ബൈ 2. 24 42 കൂട്ടുമ്പോൾ 66 കിട്ടും. 66നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 33 കിട്ടും. അങ്ങനെ നമുക്ക് രണ്ടാം പദം കിട്ടുന്നു 33. ഇനി നമുക്ക് പൊതുവ്യത്യാസം കാണാം. 42 മൈനസ് 33, മൂന്നാം പദത്തിൽ നിന്നും രണ്ടാം പദം കുറയ്ക്കുക. അപ്പോൾ നമുക്ക് പൊതുവ്യത്യാസം 9 കിട്ടുന്നു. ഇനി നമുക്ക് വളരെ എളുപ്പമാണ് നാലാം പദം കാണാൻ. അതായത് മൂന്നാം പദത്തിനോട് കൂടി പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. മൂന്നാം പദം 42 പ്ലസ് പൊതുവ്യത്യാസം 9. 42ഉം 9ഉം കൂട്ടുമ്പോൾ 51 കിട്ടുന്നു. അങ്ങനെ നാലാം പദം 51. ഈ ചോദ്യത്തിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും പദങ്ങൾ കൊടുത്തിട്ടില്ല. അത് കാണുന്നതിന് ഇതിന് മുമ്പിലത്തെ പ്രോബ്ലം ചെയ്തതുപോലെ തന്നെയാണ് നമ്മളിവിടെയും ചെയ്യേണ്ടത്. മൂന്നാം പദം കാണാൻ രണ്ടാം പദവും നാലാം പദവും കൂട്ടി 2 കൊണ്ട് ഹരിക്കുക. 24 പ്ലസ് 42 ബൈ 2. 24ഉം 42ഉം കൂട്ടുമ്പോൾ 66. 66നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 33. അങ്ങനെ മൂന്നാം പദം 33 കിട്ടുന്നു. ഇനി നമുക്ക് പൊതുവ്യത്യാസം കാണാം. നാലാം പദത്തിൽ നിന്നും മൂന്നാം പദം കുറയ്ക്കുക. 42ൽ നിന്ന് 33 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 9 കിട്ടുന്നു. അങ്ങനെ പൊതുവ്യത്യാസം 9 എന്ന് കിട്ടുന്നു. ഇനി ആദ്യ പദം കണ്ടുപിടിക്കാം. അതിനുവേണ്ടി നമ്മൾ രണ്ടാമത്തെ പദത്തിൽ നിന്നും പൊതുവ്യത്യാസമായ 9 കുറയ്ക്കുക. 24 മൈനസ് 9, അപ്പോൾ 15 കിട്ടുന്നു. ആദ്യ പദം 15. ഈ ചോദ്യം ശ്രദ്ധിക്കുക. ഇതിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും പദങ്ങൾ തന്നിട്ടില്ല. ഇവിടെ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചൊരു കാര്യം ഓർമ്മിക്കണം. ഒരു സമാന്തര ശ്രേണിയിൽ ആദ്യ പദം എയും പൊതുവ്യത്യാസം ഡിയും ആയാൽ അതിലെ 10ാം പദം എന്നത് എ പ്ലസ് 9d ആയിരിക്കും. 10ാം പദമാകുമ്പോൾ 9d. അപ്പോൾ 8ാം പദമാകുമ്പോഴോ എ പ്ലസ് 7d. 6ാം പദമാകുമ്പോൾ എ പ്ലസ് 5d. 5ാം പദമാകുമ്പോൾ എ പ്ലസ് 4d. ഇവിടെ നമുക്ക് 42 എന്നത് 4ാം പദമാണ്. അപ്പോൾ 4ാം പദം സമം എ പ്ലസ് 3d. അത് നമുക്കൊന്ന് എഴുതാം. എ പ്ലസ് 3d സമം 42. എ എത്രയെന്നറിയാം? 24. അപ്പോൾ 24 പ്ലസ് 3d സമം 42. ഇതിലിപ്പോൾ നമുക്ക് 24 അറിയാം, 3 അറിയാം, 42 അറിയാം, ഡി അറിയില്ല. അങ്ങനെ നമുക്ക് ഡി കാണാൻ നമ്മളിവിടെ ചെയ്യേണ്ടത് സമത്തിൻ്റെ ഇടത് ഭാഗത്തു നിന്ന് ഡി ഒഴികെയുള്ള മറ്റെല്ലാ സംഖ്യകളെയും വലത് ഭാഗത്തേക്ക് കൊണ്ടുപോകണം. സമചിഹ്നത്തിൻ്റെ ഇടത് ഭാഗത്ത് നിന്ന് വലത് ഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ക്രിയകൾ നേരെ വിപരീതമാകും. കൂട്ടണം എന്നത് കുറയ്ക്കണം എന്നാവും,
കുറയ്ക്കണമെന്നത് കൂട്ടണമെന്നാകും, ഗുണിക്കണമെന്നത് ഹരിക്കണമെന്നാകും, ഹരിക്കണമെന്നത് ഗുണിക്കണമെന്നാകും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 24 പ്ലസ് 3D. അപ്പോൾ 24 ഇവിടെ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 24നെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പ്ലസ് 24 ഉള്ളത് മൈനസ് 24 ആകും. അതായത് 3D സമം 42 മൈനസ് 24. ഇതിൽ നിന്നും 24 കുറച്ചാൽ 18 കിട്ടും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് 3D സമം 18. 3D എന്നാൽ 3 കൊണ്ട് ഡിയെ ഗുണിക്കുക എന്നാണല്ലോ. ഇവിടെ 3നെ നമുക്ക് സമചിഹ്നത്തിൻ്റെ വലതുഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഗുണിക്കണം എന്നത് ഹരിക്കണം എന്നാകും. അങ്ങനെ ഡി സമം 18/3 എന്ന് കിട്ടും. 18നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 6 കിട്ടും. അങ്ങനെ പൊതുവ്യത്യാസം ഡി സമം 6 എന്ന് കിട്ടും. ഇനി നമുക്ക് രണ്ടാം പദം കാണാം. രണ്ടാം പദം സമം ആദ്യ പദം പ്ലസ് പൊതുവ്യത്യാസം. 24 പ്ലസ് 6 സമം 30. ഇനി മൂന്നാം പദം കാണാം. മൂന്നാം പദം സമം രണ്ടാം പദം പ്ലസ് പൊതുവ്യത്യാസം. രണ്ടാം പദം 30 പ്ലസ് പൊതുവ്യത്യാസം 6 സമം 36. ഈ ക്ലാസ് ഇവിടെ തീരുകയാണ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.